ഹലോ ദേ സ്നേക്ക് പ്ലാന്റ് കണ്ട നമ്മുടെ പല വെറൈറ്റി സ്നേക്ക് പ്ലാന്റുകളുണ്ട് കണ്ട. അപ്പോൾ ഞാനത് ഇതിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഈ സ്നേക്ക് പ്ലാന്റിനെ അമ്മയമ്മേരെ നാവെന്ന് പറയും, സർപ്പപ്പോള എന്ന് പറയും, പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട്. അത് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മഴയത്തുനിന്ന് ഇവിടെ കയറ്റി വെച്ചേക്കാം. എല്ലാ ചെടികളും ഒരുവിധം ഞാൻ എല്ലാതും മഴയത്തുനിന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെടി കേട്ടോ, അതിൻ്റെ പേരെനിക്ക് കിട്ടിയിട്ടില്ല. ഇത് അടുത്ത വീട്ടിലൊരു കുട്ടി കൊടുന്നു തന്നതാണ് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ ഒന്നും വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ ചെടി പിന്നെ നമ്മുടെ സീനറി വീട്ടിൽ നിന്ന് കണ്ടോ, നമ്മുടെ ഈ ചെടി കണ്ടോ, അത് നല്ല ചെടിയല്ലേ, ഇൻഡോർ പ്ലാന്റുകളാണ് സത്യത്തിൽ. ഇതൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ മണി പ്ലാന്റൊക്കെ ഇത്തിരി കടുവായിട്ട് നിൽക്കണം. അതെന്ന് വെച്ചാൽ ഞാൻ സ്പ്രേ ചെയ്തിട്ടില്ല ഇതൊക്കെ മാഗ്നീഷ്യം. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഈ സത്യം പറഞ്ഞാൽ ഈ സ്നേക്ക് പ്ലാന്റൊക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ എറണാകുളത്തേക്ക് ഞങ്ങൾ പോയില്ലേ കഴിഞ്ഞ മാസം അപ്പോൾ ഏപ്രിൽ അപ്പോൾ കിട്ടിയതാണ് അതൊക്കെ. അപ്പോൾ ഞാനവിടെ കൊടുക്കുന്നത് ഈ ചെടി സൊസൈറ്റിയിലോട് കിട്ടിയതാണ്. അടിപൊളി ചെടികളാണ്. അതിനൊക്കെ ഇനി വലിയ ചട്ടി മഴ തുറന്നിട്ട് വയ്ക്കണം. നമ്മുടെ ഈ ചെടി അരളിയാനെ ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചെടുക്കാം. തുപ്പായിട്ട് ഉണ്ടായി കിട്ടിയിരിക്കുന്നത് മഴ കാരണമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുക. അപ്പോൾ ഞാനൊക്കെ ഉമ്മർത്ത് കയറ്റി വെച്ചെടുക്കട്ടെ. മഴ മാറുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചെടി. നമ്മുടെ കള്ളി ചെടീനെ ഞാൻ ഈ സാധനം ഇനി ഇവിടെ നടുമുറിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കണം. നടുമുറിച്ചിട്ട് ചട്ടി നിറച്ച് കുത്തി കൊടുക്കും. അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കണത് കേട്ടോ. അപ്പം നമ്മുടെ കുറച്ച് ചെടികളതിനൊക്കെ ഞാൻ കയറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേനിയൊക്കെ ഞാൻ അവിടെ ബാക്കിൽ കയറ്റി വെച്ചേർ കേട്ടോ. എൻ്റെ ചെടികളൊക്കെ വെള്ളം കൊണ്ട് നാശമാണ്. എത്ര ഭംഗിയിൽ കിട്ടിയ ചെടികളാണെന്നറിയോ. അപ്പോൾ എനിക്ക് വിഷമമായിട്ടൊക്കെ വയ്യ. അപ്പോൾ ഓരോ ചട്ടി കയറ്റി വയ്ക്കുക. ഈ ചെടി നന്നായി പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ചട്ടിയൊക്കെ മണ്ണ് തട്ടി വൃത്തിയാക്കുന്നത് കണ്ട, സൂപ്പറായിട്ടില്ലേ. അവൻ്റെ പേര് ഞാൻ നോക്കിയിട്ടില്ല, എന്തിട്ടാന്ന് എനിക്കറിയില്ല. ശരി അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോളാം. എനിക്ക് ചട്ടി ഓരോ സ്ഥലത്ത് കിട്ടില്ല. നമ്മുടെ ആ റോസ് പൂവിൻ്റെ ഇതിൽ വേറൊരു ചട്ടിയിലും ഉണ്ടാവും. കട പോയിട്ട് പിടിച്ച് വരുന്നതാണ്. 4 കട പിന്നിലുണ്ട് നമ്മുടെ. ഇതിപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ചട്ടിയിൽ ഈ സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുരപ്പം കൊണ്ടുപോയി കഴിച്ചു. അപ്പോഴാണ് ഞാൻ ഈ വക പണികളൊക്കെ ചെയ്തു തുടങ്ങി. ഇവരൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചു. സൂപ്പറായിട്ട് അകത്തുന്നുണ്ട്. മഴ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നിത്യം അങ്ങനെ ഈ ചെടി വയ്ക്കുന്ന സൈഡ് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ എലികളുടെ ശല്യം കുറവുണ്ട്. പിന്നെ പൂച്ചകളും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ ഞാൻ ഇവിടെ വെച്ചു. കുറച്ച് ചെടികൾ കേട്ടോ, കുറച്ച് ചെടികൾ ഉണ്ടായോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ ചെടികൾ കുറച്ച് ചെടികളുടെ ഭാഗം ഞാൻ മഴയത്ത് നിന്ന് കയറ്റി വെച്ചത് കാണിച്ചു തന്നു മാത്രം. പിന്നെ എൻ്റെ സർവറയൊക്കെ ഞാൻ ബാക്കിൽ ഷീറ്റ് വാങ്ങി കയറ്റി വെച്ചിട്ടുണ്ട്. കിണറുമ്പോൾ പിന്നെ 3-4 ചെടിയാണ്. റോസൊക്കെ ഞാൻ കിണറുമ്പോൾ ഇനി വെച്ചിരുന്നു, കേടാകാണ്ട് ഉണ്ടാവണേന്ന് മാത്രം. റോസിനൊന്നും പിന്നെ അങ്ങനത്തെ കുഴപ്പം വരില്ല എന്ന് വിചാരിക്കുക. ഇല്ല, ഇതൊക്കെ ഒന്ന് വെള്ളം തോരട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ മഴ നിൽക്കണവർക്ക് 4 ദിവസം ഇനി വയ്ക്കുള്ളൂ. അതൊക്കെ നമുക്കൊന്ന് ഇറക്കി വയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ക്ഷീണം. മണി പ്ലാന്റിന് ഇപ്പോൾ വെള്ളം കുറവാണ്. ഞാനിപ്പോൾ ഇന്നലെ ഒഴിച്ചതാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നലെ ഒഴിച്ച്. അതിൻ്റെ ഒരു വാട്ടറാണ് അവർക്ക് കിട്ടുക. വേറെ കുഴപ്പമൊന്നുമില്ല. സൂപ്പറായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ ഈ സുന്ദരനും. പിന്നെ നമ്മുടെ ലീഫുമ ഹോളിലൊരു ചെടിയില്ലേ, ആ ചെടി ഞാൻ അവിടെ ഇറക്കി കുഴിച്ചിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. അതിന് ശരിയായിട്ട് വേണം വലിയ ചട്ടിയിൽ ചട്ടി ഒഴിവുണ്ട് വലുത്, അതിൽ വെച്ച് അവനെ സെറ്റാക്കി വെക്കണം. ഓക്കെ കേട്ടോ. അപ്പോൾ അതൊന്നും വൈകുന്നേരത്തെ എൻ്റെ ചെറിയൊരു വിശേഷം. മഴ തുറന്നപ്പോൾ ഞാനത് കയറ്റി വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ കേട്ടോ. സ്നേക്ക് പ്ലാന്റൊക്കെ മാറ്റി നട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ അത് മഴ കൊള്ളുകയായിരുന്നേ, അത് ചീഞ്ഞ് പോയിരുന്നു. തേക്കിൻ്റെ കൃപ കൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. മണ്ണും പിന്നെ മണലും പിന്നെ ഞാൻ അതിൽ ചാണകപ്പൊടി ഇട്ടത്. മണൽ ഞാൻ റോട്ടിൽ നിന്ന് മഴ പെയ്ത് പൊടിച്ച് വന്ന മണലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ മണ്ണ് വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ പാറപ്പൊടി കുറച്ച് ഇട്ടത് മാത്രമല്ല. അതെല്ലാം ചെടിക്ക് ഇടണം. മഴ കഴിഞ്ഞിട്ട് മിറ്റത്ത് ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ സ്നേക്ക് പ്ലാന്റ് ചട്ടി ഇത് മാത്രം അങ്ങനെ ഇട്ടിട്ടുള്ള മുകളിൽ മാത്രം കുറച്ച് പാറപ്പൊടി ഇട്ടുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് കണ്ടമാനൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇനി ഇതിൻ്റെ കടയിലൊക്കെ അങ്ങനെ ഇട്ടത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ കേട്ടോ. ഓക്കെ.